ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന് എടവണ്ണപ്പാറ ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ വരൽ ഇവിടെ തന്നെയാണ്. ഇവിടെ കയറിയാൽ പിന്നെ അധികം കടകളിലൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും അനിയത്തിയും പിന്നെ ലച്ചും കൂടെയാണ് വന്നത്. ഞങ്ങൾ അത്യാവശ്യം കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം മുകളിലേക്ക് കയറിയതാട്ടോ. എനിക്കൊരു ചൂല്, ബക്കറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടാനും. അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ ഓരോന്നായിട്ട് എടുക്കണ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ലോങ് ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഓരോന്ന് കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്കൊന്ന് കയറി നോക്കിയത് തന്നെ. അപ്പോൾ ഇത് അവിടെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ എല്ലാവിധ സാധനങ്ങളും പിന്നെ ടോയ്സ് അങ്ങനത്തെ എല്ലാം ഈ ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് വാങ്ങാനുള്ള സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇവിടുത്തെ ബില്ല് ചെയ്താട്ട് ഇവിടെ തന്നെ വെച്ചതാട്ടോ ഞങ്ങൾ സാധനമൊക്കെ. ഇനി വേറെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാണ്ട്, അപ്പോൾ ലാസ്റ്റ് ഓട്ടോ പിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് അണിയറ ഫാൻസിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ലച്ചുക്കൊരു ബാഗ്, കുട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാഗും കുടയൊക്കെ മുകളിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഗോഡൗണും ഇതിൽ മുകളിലായിട്ട് തന്നെയാണ്. അപ്പോൾ ബാഗിനൊക്കെ നല്ല റേറ്റിന് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ലച്ചുവിനൊരു ബാഗും എടുത്ത് ഒരു കുടയും വാങ്ങിയതിന് ശേഷം താഴത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ ഫെയറി ലൈറ്റ് പറഞ്ഞിന്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. നെബിദിനൊക്കെ ആയതുകൊണ്ട് എല്ലാം വിറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അതെടുത്തിട്ടോ. ഞങ്ങൾ ഈ കൊട, ബാഗ്, ലൈറ്റിൻ്റെ പിന്നെ സാനിറ്റൈസർ, സ്കൂളിലേക്ക് സാനിറ്റൈസർ കൊണ്ടുവന്നു. പെൻസിൽ, പെന്ന്, ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് റഷീദ ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ. അവിടുന്ന് റിജിക്ക് പാൻറ്, പിന്നെ തൊപ്പി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ കുറേ നേരമായിട്ടുള്ള അലച്ചിലല്ലേ, അപ്പോൾ നമ്മളൊന്ന് ജ്യൂസ് കുടിക്കാൻ കയറാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മധുരിമ ബേക്കറിക്ക് എന്നതാട്ടോ. ഞാനൊരു ഇനും കൂടെ ഇടവണ്ണപ്പാറയ്ക്ക് ഇറങ്ങിയാലും ഞങ്ങളിവിടെ വന്നിട്ട് ഒരു കോഫി കുടിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ദാഹമുള്ളതുകൊണ്ട് ഞാനൊരു ഷേക്കും അവിടെ കോഫിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ ദീപാവലിൻ്റെ തലേന്നാണ് ഈ ഷോപ്പിങ്ങൊക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസും കുടിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടെ ദീപാവലി മിഠായൊക്കെ ഉണ്ട് തിരക്കിട്ട് പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എടവണ്ണപ്പാറ കാണുന്ന കാലം തൊട്ടേ ഉള്ളൊരു ബേക്കറി ആട്ടോ മധുരിമ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവർക്ക് എടവണ്ണപ്പാറയിൽ തന്നെ 2 ബേക്കറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ സാധനം വാങ്ങി കേട്ടോ. ഞങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചതാണ്. അപ്പോൾ റീനു അവിടുന്ന് ബസ്സിന് നമ്മളെ വീട്ടിലേക്കും പോയി. ഞാൻ ഏട്ടത്തിൻ്റെ വീട്ടിലാക്കി പോയത് ഇനി മക്കളെ കേട്ടോ. അപ്പോൾ അവരെ അവിടുന്ന് കൂട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലേക്കും പോവാന്ന്. ഇതിലിപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. ഞാൻ ലച്ചുവിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം വേറെ വഴി പോവാണ്ടെന്നും പറഞ്ഞ് അവളപ്പൻ്റെ കൂടെ അവളെ താത്തൻ്റെ വീട്ടിലേക്കാക്കി കൊടുത്തതിന്. അപ്പോൾ ബാഗൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഓൾറെഡി അവൾക്കൊക്കെ ഓരോ ബാഗ് ഉണ്ട്. പക്ഷേ പുതിയ സ്കൂളിൽ പുതുതായി പോകല്ല എന്ന് എനിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയാണ്. അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാമെന്നും പറഞ്ഞ് കോഫി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ കൂടുതലായിട്ടും ബ്രൂ കോഫിയാണ് കേട്ടോ ഉപയോഗിക്കൽ. അതിന് ടിന്നിൽ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവുക. അപ്പോൾ ഞങ്ങൾ ഈ 2 രൂപ 5 രൂപേൻ്റെയൊക്കെ പാക്കറ്റ് വാങ്ങി വെക്കലാണ്. നമ്മൾ ബൂസ്റ്റ്, ഹോർലിക്സ് ഇതൊക്കെ വാങ്ങാൻ പറ്റും നല്ലത് ഇങ്ങനെ ചെറിയ പാക്കറ്റ് വാങ്ങലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫീൻ്റെ കൂടെ നമ്മുടെ മഞ്ഞ മിച്ചർ, ബോംബെ മിച്ചർ എന്നൊക്കെ പറഞ്ഞ മിച്ചറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന മിച്ചറാണ് ഇട്ടത്. അപ്പോൾ നമ്മളിന്ന് വാങ്ങിയ ലൈറ്റൊന്ന് ഓണാക്കി നോക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ. Bye bye. See you.